ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കേട്ടാ? ഇല്ല, ഇവിടെ ആരും ഇല്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോൾ ഉണ്ണിക്കുട്ടൻ പോണ വ്ളോഗായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. ഏകദേശം എത്ര ദിവസം ഉണ്ടായി? ഇനി 10 ദിവസം. 10 ദിവസം കഴിഞ്ഞു ഗൈസ്. പെട്ടെന്നായിരുന്നു വ്ളോഗുകൾ. അതിൻ്റെ ഇടയിൽ ഞാൻ എടുത്തിട്ടുണ്ടോയെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടാ. ഫുള്ള് തിരക്കെന്ന് വെച്ചാൽ ഫുള്ള് തിരക്കായി. ഇനി ഒരു മാസം എങ്ങനെ കടന്നുപോയി എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അവ ഇന്ന് പോകുകയാണ്. അതിന് മുൻപ് ഞങ്ങൾ ഷാൻസും പിന്നെ ആംസ്റ്റർഡാമിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കാണിച്ച് ചെക്കനെ പാക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കണേ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ അവരും പോകും. അപ്പൊ പിന്നെ എല്ലാവരും പോയി വീണ്ടും ഞങ്ങൾ തന്നെയായി. അപ്പൊ നമുക്ക് ഷാൻസ് കാണാൻ പോയാലോ? എന്നിട്ട് ബാക്കിയുള്ള കഥകൾ നമുക്ക് വഴിയെ പറയാം. ഷാൻസിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കണ്ണട വയ്ക്കട്ടെ, ഭയങ്കര വീട്. ഓക്കെ, അപ്പൊ നമ്മൾ ഷാൻസിൽ എത്തിയിട്ടുണ്ട്. ഇതെന്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് എനിവേ എല്ലാ വട്ടവും ഷാൻസ് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗി തന്നെയാണ്. തുന്നി ഓടുകയാണ് ഗൈസ്. അവിടെ ഒരു ഐസ്ക്രീം കിട്ടും. അപ്പൊ ഇവര് പറയണ്ടേടാ മോനെ നിക്കടാ, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കാണട്ടടാ. അവരാണെന്നുണ്ടെങ്കിൽ ഓടിയിട്ടാ കൊണ്ടോണേ. ഇവിടെ അല്ലടാ ഐസ്ക്രീം. ഏത് എന്ത് കഷ്ടാന്ന് പറയുന്നത്. പിള്ളേരെക്കാളും കഷ്ടാണല്ലോ ഇവൻ. എനിക്കറിയില്ല മമ്മിയെ. എടാ ഇപ്പുറത്ത് കൂടെ പോവാന്ന്. അത് അവിടേക്ക് ലാസ്റ്റ് വരാ. നിനക്ക് ഐസ്ക്രീം വാങ്ങിച്ചരാം. വാ എന്തായാലും എന്താണ് നിനക്ക് വാങ്ങിച്ചരാ. അല്ലെങ്കിൽ നീ ഇന്ന് ഞങ്ങൾ ഓടിക്ക് വിടുന്നു. അവനാണെങ്കിൽ വായതൊക്കെ നിക്ക. ബ്യൂട്ടിഫുൾ ഗേൾസ് നടന്നു വരുന്നു. പൊന്നനിയാ, തല്ല് നാട്ടിന്ന് നല്ലത് കിട്ടില്ലേ, ഇവിടെ നിന്ന് വാങ്ങണം. മുത്തു ഞാൻ വീരല്ലേ. ഞങ്ങൾ ചീസ് ഫാക്ടറിയുടെ അപ്പുറത്ത് ഐസ്ക്രീം കിട്ടുന്ന സ്ഥലമുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചീസ് ഫാക്ടറിയിലേക്കൊക്കെ നമ്മൾ അവസാനം വരും. ഇതിൻ്റെ ഡെമോ ആണ് കേട്ടോ. ഒരു ഫാം എങ്ങനെ ഇരിക്കും, ഫാമിലെങ്ങനെ അവർ പശുവിനെ കറക്കും എന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കിലോ ചീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ 6 ലിറ്റർ ഷീപ്പിൻ്റെ പാല് വേണം എന്നാണ് പറയുന്നത്. 1 ലിറ്റർ ഗോട്ട് ചീസ് കിട്ടണം, ആടിൻ്റെ ചീസ് കിട്ടണം. ഷീപ്പ് ചെമ്മരിയാടും ഗോട്ട് സാധാ ആടും അല്ലേ. അപ്പോൾ അതിൻ്റെ ആണെങ്കിൽ 7 ലിറ്റർ വേണം 1 കിലോ ചീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ. അതേപോലെ കൗവിൻ്റെ ആണെങ്കിൽ 10 ലിറ്റർ വേണം 1 കിലോ ചീസ് കിട്ടാൻ. അതിൻ്റെ കാര്യമൊക്കെയാണ് അവിടെ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ഉണ്ണിക്കുട്ട ചീസ്? അവന് ടൊമാറ്റോന്റെ സാധനങ്ങൾ കുറച്ച് ഇഷ്ടം കൂടുതലാ. പറ്റില്ലേ? ഇനി ഒരു പറയട്ടെ എങ്ങനെയുണ്ട്. ഓൾഡ് ഗോട്ട് ചീസ് ഉണ്ട്, അത് ഏജ്ഡ് ഗോട്ട് ചീസ്. ആ സാധനം കഴിക്കാൻ പറ്റില്ല. കറക്റ്റ് ആയ മണം കിട്ടും നമുക്ക്. വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് എല്ലാം നടന്ന് കഴിക്കാം. ഒരു വെറൈറ്റി സാധനം കണ്ടുപിടിച്ച് കോക്കനറ്റിന്റെ ഉണ്ട് ചീസ്. അപ്പൊ അതാണ് ഇപ്പൊ മുത്തുണി ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ടോ മുത്ത? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് വരും. അതായത് ഒരു ഇങ്ങനെ എണ്ണമയം പോലത്തെ ഒരു ടേസ്റ്റ്. ഇവര് ഓൾഡ് ഗോട്ട് ചീസ് കഴിച്ചു കേട്ടോ. സാധാ ചീസും ഓൾഡ് ചീസും തമ്മിലുള്ള വ്യത്യാസം പറയുക. ആ ഒരു മണ സ്മെല്ല് എപ്പോഴും കുറച്ച് കൂടുതലുണ്ടായി. ഗോട്ടിന്റെ സ്മെല്ല് വരും. അതാ ഞാൻ പറഞ്ഞേ. എന്തിട്ടാന്നറിയോ? ബിയറിന്റെ ചീസ് ഉണ്ട് കേട്ടോ. അതാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് ബിയറിന്റെ ടേസ്റ്റ് ഉണ്ടാ? ബിയറിന്റെ ടേസ്റ്റ് ഉണ്ടാ? വലിയ കുഴപ്പമില്ല. ഏത് കോക്കനറ്റാ? ചില്ലി. അടുത്തത് ചില്ലി. ഇവിടെ എല്ലാവരും ആ ഒരു ഒതന്റിക് ഡ്രസ്സിൽ വന്നിരിക്കുന്ന, ട്രഡീഷണൽ ഡ്രസ്സിൽ വന്നിരിക്കുന്ന കാരണം കൊണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ക്ലാസ്സൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മുടെ ഡച്ച് വേഫിള് കാര്യങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ചീസാണുള്ളത്. എനിക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചീസ് ഫിഗിന്റെ ചീസാണ് കേട്ടോ. ഇങ്ങനെയാണ് അത് കിട്ടുക. പിന്നെ ഇതാ കണ്ട ഇങ്ങനെ കുത്തുക. ഇതാണ് അതിന്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത്. അവർക്ക് വെറൈറ്റീസ് കണ്ടിട്ടേ മതിയാവുന്നില്ല ഗൈസ്. പലതരത്തിലുള്ളതാണ്. എനിക്ക് ഫിഗിൻ്റെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീസ് കേട്ടോ. വെയിൽ കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം. പക്ഷെ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മൾ രാവിലെ എത്തി. ഇവിടേക്ക് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എത്ര നേരത്തെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നോ അത്ര നേരത്തെ നിങ്ങൾ ഇവിടെ എത്തണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിറച്ച ആൾക്കാരോ അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കെല്ലാം കാണാനായിട്ടുള്ള ഒരു എന്താ പറയുക അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. തുണി തേടി നടന്ന ഐസ്ക്രീം കട തുറന്നു ഗൈസ്. ഓട്ടം നോക്ക്. ഞാൻ പറയുകയാണെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ ഡോർ ഉണ്ടായിരിക്കും. ഇവിടെ നിന്നുള്ള ഐസ്ക്രീം വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐസ്ക്രീം കാണാം. പക്ഷെ അത് അത്ര നല്ല ഐസ്ക്രീം അല്ല. മീൻസ് നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും ഇവരുടെ ആ മിൽക്ക് വെച്ച് ഉണ്ടാക്കണത്. അതിനൊരു പ്രത്യേക ആണോ? അയ്യോടാ കട ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഐസ്ക്രീം അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. എനിക്ക് വേണം. ആ എനിക്ക് ഐസ്ക്രീം വേണം. സൈഡിൽ നിന്നൊക്കെ ആദ്യം ഐസ്ക്രീം തിന്നാൻ വരെ പഠിപ്പിക്കേണ്ട അവസ്ഥ. ആ എന്റെ പപ്പിക്ക് കൊടുത്തേ. എങ്ങനെയുണ്ട്? ആ ഈ സൈഡിൽ നിന്നൊക്കെ വേഗം, അല്ലെങ്കിൽ ഇത് നിലത്താവും. കാരണം ഇന്ന് ഭയങ്കര ചൂടാ. പപ്പ എങ്ങനെയുണ്ട്? എല്ലാവരും ഐസ്ക്രീം കിട്ടിയപ്പോ സൈഡ് നോക്കിയേ. ഇനി ഇവിടെ ഉള്ളവർ മുഴുവൻ സ്കാൻ ചെയ്ത് വായി നോക്കി നിൽക്കലാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിനിടയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? കുറെ മലയാളീസിനെ കണ്ടു. പാലം, ഇരുമ്പ് പാലം, പുഴ, അമ്മാവന്റെ വീട്. അയ്യോ ഇത് കൊറേ ആയിട്ടാ ഐസ്ക്രീം അല്ലേ. നല്ല ഹെവി സാധനം. നിനക്ക് ഞാൻ എൻ്റെ കൂടി തരാം. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മുത്തിന് ഞാൻ വീട്ടിൽ പാപ്പ അന്വേഷിച്ച് പോണ്ടേ മുത്തേ. ആ അയ്യോ നിക്കണ നിൽപ്പ് നോക്കി എന്തൊരു പാവടാ. ഓടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. കണ്ട കുറച്ചു നേരം കഴിഞ്ഞപ്പിക്ക് നിറച്ച ആൾക്കാരായി ഗൈസ്. കണ്ട ഞങ്ങളിപ്പോ ഇവരൊക്കെ ഇടിച്ചിട്ടിട്ടാണ് ഉള്ളിക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഉണ്ണിക്കുട്ടൻ്റെ അവസാന ദിവസമല്ലേ. ഉണ്ണിക്കുട്ടന് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിരുന്നു. ഭയങ്കര ആഗ്രഹം. അപ്പൊ പിന്നെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് പതിയെ പോയാലോ? ആ ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് ഇതൊരു വിൻഡ് മില്ലാണ്. ഈ വിൻഡ് മില്ല് എന്ന് പറയുന്നത് മരം മുറിക്കുന്ന വിൻഡ് മില്ലാണ് കേട്ടോ. കണ്ട അവസാനം ഒരു വിൻഡ് മില്ല് കയറിയിരിക്കുകയാണ്. ഇത് അരി പൊടിപ്പിക്കുന്ന വിൻഡ് മില്ലാണ് കേട്ടോ. നിങ്ങൾ ആ ഈ കല്ലില്ലേ ഇവിടെ എല്ലാവരും ഇവിടെ ഈ കല്ലില്ലേ കാറ്റിൻ്റെ ഇതനുസരിച്ച് ഇതിങ്ങനെ റോൾ ചെയ്ത് അതിൻ്റെ അടിയിലിരുന്ന സാധനങ്ങളെല്ലാം പൊടിച്ചു കിട്ടും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വിൻഡ് മില്ല് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ അത് നമ്മൾ കാണാൻ പോകും. ഷൂ ഫാക്ടറി ഉണ്ടാക്കുന്നത് ഷൂ കാണാൻ പോകും നമ്മൾ. ഈ ഒരു ഷാൻഷിഷാൻ വില്ലേജ് എന്ന് പറയുന്നത് 1500 തൊട്ടുള്ള ബിൽഡിങ്ങുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതിലൊരു സാധനം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് കണ്ട പണ്ടത്തെ പോസ്റ്റ് ഓഫീസ് അല്ല പോസ്റ്റ് ഇടണ ഒരു സാധനം ഇല്ലേ, തപാൽ ബോക്സ് അങ്ങനെയല്ല നമ്മളവിടെ പറയാ. ആ ഒരു സാധനം കേട്ടത്. അവർ ആ ഒരു പഴമ എല്ലാവരും നിലനിർത്തും. യൂറോപ്യൻസിന് പഴമ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഷൂ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇവർ യൂസ് ചെയ്യുന്നത് വുഡിൻ്റെ ഷൂ ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് കിട്ടും. അതായത് ഇവരെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരും. അതേപോലെ സോവിനിയർ പോലെ നമുക്ക് ഇവിടെ നിന്ന് സാധനം വാങ്ങിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷെ അത് നമുക്ക് ഇട്ട് നടക്കാനൊന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഒരു ഷോക്കി വെക്കാം എന്ന് മാത്രമേ ഇത് പറ്റുള്ളൂ. ഇത് പണ്ടവർ ഇതാണ് ഇട്ടെന്ന് പറയുന്നത്. ഇപ്പൊ ഇതൊക്കെ എല്ലാവരും സോവിനിയേഴ്സ് പോലെ വാങ്ങിച്ചു കൊണ്ടുപോകാൻ വേണ്ടി എടുക്കണം.
പക്ഷെ നല്ല കാശുണ്ടെന്ന് തോന്നുന്നുണ്ട്. എത്രയോ ഇതിനൊക്കെ 72 യൂറോ ആണ്. നമ്മുടെ നാട്ടിലൊരു 7000 രൂപയുടെ അടുത്തൊക്കെ വരും. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇനി എല്ലാവരും ഒരുമിച്ചോ നമ്മുടെ ഇന്നലത്തെ കുറച്ച് ബിരിയാണി ഉണ്ട്, അത് ചൂടാക്കി കഴിക്കുകയാണ്. അതിനുശേഷം ആ നിൽക്കുന്ന ഫാൻ ഓപ്പറേറ്ററെ നമുക്ക് പറഞ്ഞു വിടണ്ടേ. ഫാൻ ഓപ്പറേറ്റർക്ക് ചെറുതായിട്ട് വിഷമമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചു വേണ്ട സമയമായല്ലോ. എല്ലാവരും മുഖത്തും ഒരു ചെറിയ വിഷമം കാണുന്നുണ്ട്. ഫാൻ ഓപ്പറേറ്റർ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാലോ? ഇവരൊക്കെ നല്ലോണം അടിച്ചു തുടങ്ങി ഗൈസ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുവാനുണ്ടാകുകയില്ല. അങ്ങനെ അളിയൻ പെട്ടി പാക്ക് ചെയ്തു ഗൈസ്. തമ്പിയളിയനും കുഞ്ഞളിയനും എല്ലാം പോവുകയാണ് ഗൈസ്. അമ്മയ്ക്ക് ഇപ്പൊ അവരവിടെ കൊണ്ടതാക്കണം. നമ്മുടെ നാട്ടിലാണ് 3 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ട് എത്തണം എന്നുള്ള ഒരു ഇതുള്ളത് ഗൈസ്. അങ്ങനെ അതാ ഉണ്ണിക്കുട്ടി യാത്രയാവുന്ന. ഉണ്ണിക്കുട്ട പോവല്ലടാ, നിനക്ക് ടേക്ക് 2 ഉണ്ട് കേട്ടാ. റീൽസിലുള്ള ടേക്ക് എടുക്കാറുണ്ട് എനിക്ക്. ഞാനാ താക്കോല എന്തേലും ഉണ്ട്. ഉണ്ണിക്കുട്ട പോവല്ലടാ. ഓക്കെ ഗൈസ്. അതെ, രണ്ടാളെയും കോട്ട അങ്ങോട്ട് മാറിപ്പോയിട്ട് ഒരാളുടെ പിന്നിലും ഒരാളുടെ മുന്നിലും വെക്കും. കാരണം പപ്പയുടെയും ഉണ്ണിക്കുട്ടൻ്റെ കോട്ട ഒരേ കോട്ട. അങ്ങനെ യാത്രയായി സൂര്യാമൃതം ഏകനായി നീ. ഇവരിതും കൂടി കാണാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പാലം പൊന്തുകയാണ്, അതായത് റോഡ് പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യണത്. നമ്മൾ റോഡിലാണ് നിൽക്കുന്നത്. അപ്പൊ കണ്ട 2 സൈഡിലും റോഡ് പൊന്തുകയാണ്. ദാ വരുന്ന ആ ഒരു ബോട്ടിന് പോവാൻ വേണ്ടിയിട്ട് കണ്ട 2 സൈഡും ഫുള്ളായിട്ട് റോഡ് പൊന്തിച്ചു. കണ്ട ഇങ്ങനത്തെ ഒരു അനുസ്മരണീയമായ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമോ ഗൈസ്? അവിശ്വസനീയമായ ഒരു കാര്യമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ എനിക്ക് പേടിയോണ്ടിട്ട് ഇതെന്തിങ്ങനെ പോന്നേ. നോക്ക് എത്ര പോഷണ പൊന്തിച്ചേ നോക്കിയ അവര്. എടാ 1 മിനിറ്റ് പോലെ ആയിട്ടില്ല, അതിനുള്ളിൽ അവൻ പോയാ. കണ്ടാ കെട്ടിവിടുന്ന മുത്തമ്മയ്ക്കലൊക്കെ നടത്താൻ പോവാണ് ഗൈസ്. അങ്ങനെ അതാ പോവുകയാണ്. ഇനി കുറച്ചു കാലം കഴിയുന്നൊന്നുണ്ട് എല്ലാരും കൂടി കാണാൻ. ലിപ് ലോക്ക് ആക്കരുതട്ടാ. നിക്ക്. അയ്യോ റീലിന് എടുക്കണേ. പിന്നെ അല്ലാണ്ട് ആ മമ്മിയുടെ മുത്തം. അയ്യോ അപ്പൊ അപ്പൊ ഒരു വട്ടം കൂടി ഒന്ന് മുത്തം എടുത്തേക്ക് കേട്ടാ. റെക്കോർഡിംഗ് അല്ലേ? ശരി, നീ പോന്നോ? നമ്മള് അലീനയുടെ ടോണീഷിന്റെ വീട്ടിലേക്ക് പോവാണ്. അവരുടെ അമ്മ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു മാതാപിതാ സംഗമം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവരപ്പം നമ്മളെ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ പോയപ്പോ കുറച്ച് ഫാമിൽ നിന്ന് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതവർക്ക് കൊടുക്കണം. ഫാം ഫ്രഷ് സാധനം അവർക്ക് കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ വന്നിട്ട്. പിന്നെ ഒരു സാധനം കൂടി നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണിച്ചു തരാം. ആ തുളുക്കിയിട്ടേക്കണ കണ്ട, അതെന്തിട്ട് അർത്ഥം എന്ന് പറയുമോ? അവിടുത്തെ കുട്ടി ഗ്രാജുവേഷൻ നേടി എന്നുള്ളതാണ് ആ ഒരു സിമ്പിൾ ഇട്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് വിശദമായി പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മളൊരു നേരത്തെ വിളിച്ചതാണ്, തന്നെ 7:30 ആയി. വെയിൽ കണ്ടിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, സമയം നല്ലപോലെ ആവുന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ടോണിഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്റെ കാലുമ തേരുണ്ട്. അയ്യോ തേരു പ്ലീസ്, തേരു. ഞാൻ ടേരു എന്നാ വിളിക്കുന്നത്. ആളിവിടെ നടക്കുന്നുണ്ട്. ഹായ് പറയൂ ടേരു. ഹായ് പറഞ്ഞു കേട്ടാ, പാവടാ. അപ്പളേ നമ്മള് ടോണീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആയ കാരണം കൊണ്ട് കേക്ക് മുറിക്കലുണ്ട്. നാളെ ഫാദേഴ്സ് ഡേ ആയ കാരണം കൊണ്ട് ഇന്ന് കേക്ക് മുറിക്കലുണ്ട്. പക്ഷേങ്കില് ഇവിടെ കാറിടാൻ സ്ഥലമില്ലാത്ത കാരണം അവൻ സ്ഥലം തപ്പി നടക്കുകയാണ് ഗൈസ്. ഇവിടെ പോലീസ് വന്ന് എല്ലാവരും ഓടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ് ഗൈസ്, അപ്പോ ഫാദേഴ്സ് ഡേ പ്രമാണിച്ച് 2 ഫാദേഴ്സ്, ഫാദർ വാ. കേക്ക് മുറിക്കട്ടെ. ഓ അപ്പാപ്പൻ ഹാപ്പി ഫാദേഴ്സ് ഡേ ടു യു. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു യു. ഹാപ്പി ഫാദേഴ്സ് ഡേ ടു യു ടോണി.
നിഷാന്റെ പാപ്പ. ഞങ്ങൾക്കിപ്പോൾ എന്തിനും ഇതിനും അലീനയുടെ കേക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ആസ്ഥാന ബേക്കറാണ് ഇപ്പോൾ അലീന. ഇന്ന് മുറിച്ച നമ്മുടെ ഫാദേഴ്സ് ഡേയുടെ കേക്കും അലീന തന്നെ ഉണ്ടാക്കിയത് തന്നെയാണ്. അതിനുശേഷം നല്ല കൊച്ചി സ്റ്റൈല് ഫുഡ് ഉണ്ടായിരുന്നു. ഇവർ കൊച്ചിക്കാരാണ്, ശരിക്കുമുള്ള ഫോർട്ട് കൊച്ചിക്കാരാണ്. അപ്പോൾ ആ ടേസ്റ്റിലുള്ള നല്ല ഫുഡും അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ നമ്മൾ നിറച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. ടാറ്റ പറഞ്ഞേ, ടാറ്റ. അപ്പൊ ഞങ്ങള് എല്ലാവരും പോവുകയാണ് ഗൈസ്. ടാറ്റയായി പാവം. ഇത്ര നേരം മമ്മിയായിരുന്നു കളിക്കാണ്ടായ ഗൈസ്. അങ്ങനെ പപ്പയും മമ്മിയും അതാ തിരിച്ച് നാട്ടിലല്ല ദുബായിലോട്ട് പോവുകയാണ്. എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ 11 മണിയാവുമ്പോൾ ഇവരെ എയർപോർട്ടിൽ എത്തിച്ചു എന്നതായിരിക്കും. ഇനി ഇവരെ ഫുഡ് കഴിപ്പിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ടാറ്റ കൊണ്ടേ. അയ്യോ, രണ്ടാൾക്ക് എന്തായാലും വിഷമോ ഒച്ചോടോ. ശരിക്കും സമയം പറക്കാന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഉണ്ടായത്. 1 മാസം എങ്ങനെയാ കടന്നു പോയെന്നുള്ളത് അറിഞ്ഞേയില്ല. ഫുള്ളും ചിരിയും കളിയും ബഹളവും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ മൊത്തം ബിസി ആയിരുന്നു. അത് കാരണം കൊണ്ടാണോ എന്നറിയില്ല, ഇവരെ പോകുമ്പോൾ ശരിക്കും വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അങ്ങനെ കാണിക്കുന്ന ആൾക്കാരൊന്നുമല്ല അങ്ങനെ വിഷമമാണ് എന്നുള്ളതൊന്നും. ചിരിച്ച് കളിച്ച് തന്നെ നമ്മൾ അവരെ യാത്രയാക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു നമുക്ക് എന്താ പറയുക, ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും മനസ്സിലാവുക കേട്ടോ. പുല്ല് നിറഞ്ഞൂലേ, ആകെ മൊത്തം പുല്ല് നിറഞ്ഞൂലേ. ഓ ശരിയാ, വണ്ടിയുള്ള ഭാഗത്ത് മാത്രമേ പുല്ലുള്ളൂ. അടുത്ത വട്ടം മാറ്റിയിട്ട് കൊടുക്കണം. ഇതൊന്നും 2-3 വട്ടം വന്നു അവര്. പക്ഷെ എങ്കില് വെറുതെ അല്ല, നമ്മുടെ വണ്ടിയുടെ അവിടെ മാത്രമാണ് പുല്ലുള്ള കൈസ്. കണ്ട ഞാനൊക്കെ അങ്ങനെ എല്ലാം സെറ്റായി. നമ്മൾ കുറച്ച് നേരത്തെയാണ്, എന്നാലും കുഴപ്പമില്ല. അടയുന്നില്ലേ ഗൈസ്. അപ്പം അവരങ്ങനെ പോവുകയാണ് ഗൈസ്. അതാ നമ്മുടെ എയർപോർട്ട് എത്തി. എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ അവരെ വിടുകയാണ് ഗൈസ്.